നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഉടനെ തന്നെ 10th ലെവൽ എക്സാംസ്, +2 ലെവൽ എക്സാംസ്, ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ നടക്കാൻ വേണ്ടി പോവുകയാണ്. പരീക്ഷകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മത്സര പരീക്ഷകളാണ്. പരീക്ഷ എന്നല്ല, ഏതൊരു കാര്യത്തിലും സക്സസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് തുടർച്ചയായ പരിശ്രമങ്ങൾ വേണം എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ നമ്മൾ PSC പരീക്ഷകളുടെ കാര്യം എടുത്ത് നോക്കിയാൽ, PSC പരീക്ഷകൾ പാസ്സാവുക എന്ന് പറഞ്ഞാൽ അത്രയേറെ പാടുള്ളൊരു കാര്യമൊന്നുമല്ല. അങ്ങനെയുള്ളപ്പോൾ തന്നെ ധാരാളം പേര് ഈ പരീക്ഷാ രംഗത്ത് നിന്നും പരാജയത്തെ ഭയപ്പെട്ട് പിന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാമല്ലോ, സക്സസ് ഇൻവോൾവ്സ് മേക്കിംഗ് ആൻ അറ്റംപ്റ്റ് ആൻഡ് ലേണിംഗ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പരാജയം നേരിടുക തന്നെ ചെയ്യും. പരാജയത്തിൽ ഭയപ്പെട്ട് പിന്നോട്ട് പോയാൽ നമ്മുടെ ആഗ്രഹം എന്നും അവിടെ ഉണ്ടാവുകയുള്ളൂ. ആഗ്രഹവും മനസ്സിൽ വെച്ച് ദീർഘകാലം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ആഗ്രഹം മനസ്സിൽ ഇരിക്കുക തന്നെയുള്ളൂ, നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ വിജയിക്കണമെങ്കിൽ നമ്മൾ പരിശ്രമിക്കണം. പരിശ്രമിക്കുമ്പോൾ ചിലപ്പോൾ പലതവണ പരാജയം നേരിട്ടു എന്നൊക്കെ വരാം. ആ പരാജയങ്ങളെ നമ്മൾ വിജയമാക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും പരിശ്രമം അത്യാവശ്യം തന്നെയാണ്. ഈ PSC പരീക്ഷകൾ എഴുതി വിജയിച്ച ധാരാളം പേരുണ്ട്. അവരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? അവരിൽ ഒരു ഭൂരിഭാഗം ആളുകളും തുടക്കത്തിൽ പലതവണ പരീക്ഷകളിൽ പരാജയപ്പെട്ട് വീണ്ടും പരിശ്രമത്തിലൂടെ വിജയത്തിലേക്ക് എത്തിയവരാണ്. ചെറുതെങ്കിലും 1-2 പരീക്ഷകളിൽ, PSC പരീക്ഷകളിൽ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന ആ ഒരു ചാരിതാർത്ഥ്യത്തിലാണ് ഞാൻ ഈ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എൻ്റെ അനുഭവവും വ്യത്യസ്തമായിരുന്നില്ല. ധാരാളം പരീക്ഷകളിൽ പരാജയം നേരിട്ടതിന് ശേഷമാണ്, തുടർച്ചയായ പരിശ്രമത്തിന് ശേഷമാണ് ഒരു വിജയത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിച്ചത്. അപ്പോൾ വിജയത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടിപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ആ ടിപ്പുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് ഇന്ന് ഈ വീഡിയോ നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ടിപ്പുകൾ എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പരാജയത്തെ നമ്മൾ ഭയപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. പരാജയം ഒരിക്കൽ നേരിട്ടു, അല്ലെങ്കിൽ ഇനി നേരിട്ടേക്കാം എന്ന ഭയം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ഭയം നമ്മളെ പരീക്ഷാ ഹാളിൽ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയിൽ ഈ പരാജയ ഭീതി നമ്മളെ ഉറപ്പായിട്ടും പരാജയത്തിലേക്ക് തന്നെ കൊണ്ടെത്തിക്കുകയായിരിക്കും ചെയ്യുക. പരാജയത്തെ എനിക്ക് ഭയമാണ്, അതുകൊണ്ട് വിജയത്തിലേക്ക് ഒരു ചുവട്ടുപടി കൂടി ഉണ്ടാക്കിയെടുത്തേക്കാം എന്ന് ആർക്കും ഒരു ധാരണയും വേണ്ട. ഒരിക്കലും പരാജയത്തെ ഭയപ്പെട്ടാൽ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കില്ല, മറിച്ച് പരാജയത്തിലേക്ക് തന്നെയായിരിക്കും എത്തുക. പരീക്ഷാ ഹാളിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് പരാജയ ഭീതി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നമ്മുടെ മാനസികാവസ്ഥയെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും നമ്മൾ പരാജയത്തിലേക്ക് തന്നെ പോവുകയും ചെയ്യും. അറിയാവുന്ന ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം ഓപ്ഷൻസിൽ നിന്ന് കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പലരും എത്തിപ്പെടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പഠിക്കുന്ന സമയത്ത് തന്നെ പരാജയ ഭീതി മനസ്സിൽ നിന്നും ഒഴിവാക്കി കളയുക. മറിച്ച് നമ്മുടെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഒരിക്കൽ ഒരു പരീക്ഷയിൽ നമ്മൾ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച് അവിടെ വെച്ച് പഠനം നിർത്തി, പഠനം ഉപേക്ഷിച്ച് പോവുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കണം. അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പഠിക്കണം. അപ്പോൾ നമ്മളുടെ ഈ പഠനം, തുടർച്ചയായ റിവിഷൻ തീർച്ചയായിട്ടും കുറച്ച് നാളുകൾക്ക് ശേഷം നടക്കുന്ന ഒരു പരീക്ഷയിൽ വിജയം നേടാനായിട്ട് നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. ഇതിനു മുൻപ് പരീക്ഷ എഴുതി വിജയിച്ചിട്ടുള്ള ആരോട് ചോദിച്ചാലും അവർക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. ഒരു പരാജയത്തിൽ അവർ പിന്നോട്ട് പോയിരുന്നുവെങ്കിൽ പിന്നെ നേടാനായിട്ട് ബാക്കിയുണ്ടായിരുന്ന വലിയ വിജയങ്ങൾ നഷ്ടപ്പെട്ടു പോയേനെ. അപ്പോൾ എല്ലാവരും
ഇനി ഒരു പരാജയഭീതി മനസ്സിൽ നിന്ന് ഒഴിവാക്കി ഇനി വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ മാക്സിമം പരാജയഭീതി ഒഴിവാക്കി മനസ്സിനെ കൂളാക്കിക്കൊണ്ട് പഠിച്ച് മുന്നേറാനായിട്ട് ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ സ്ട്രോങ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ എന്തെങ്കിലുമൊക്കെ പഠിക്കുകയല്ല ചെയ്യേണ്ടത്. സ്ട്രോങ് ഏരിയാസിന് നമ്മൾ എടുക്കേണ്ട സമയം എന്ന് പറയുന്നത് ബാക്കിയുള്ള ഏരിയാസിനെ സംബന്ധിച്ചിടത്തോളം കുറവായിരിക്കണം. നമുക്ക് വളരെ പെട്ടെന്ന് മൈൻഡിലേക്ക് കയറുന്ന അല്ലെങ്കിൽ പഠിച്ചാൽ ഓർമ്മ നിൽക്കുന്ന ഈ പോർഷൻസാണ് നമ്മൾ സ്ട്രോങ് ഏരിയാസ് എന്ന് പറയുന്നത്. അത്തരം ഏരിയാസ് നമ്മൾ വീണ്ടും 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 പഠിച്ച് സമയം കളയുകയല്ല വേണ്ടത്. അത് റിവൈസ് ചെയ്യാനൊക്കെ എടുക്കുന്ന സമയത്തിൻ്റെ അളവ് കുറച്ചുകൊണ്ട് നമുക്ക് പഠിച്ചിട്ട് മനസ്സിലേക്ക് കയറാത്ത ആ ഏരിയാസ് പഠിക്കാനായിട്ട് കൂടുതൽ സമയം നമ്മൾ അലോക്കേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ആ ഒരു രീതിയിൽ പഠനം നമ്മൾ ഒന്ന് പുനഃക്രമീകരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പഠനം എളുപ്പമാക്കാനായിട്ട് സാധിക്കും. അടുത്തത് ഈ ഒരു കാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓൺലൈൻ പഠനം വളരെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആയിരങ്ങൾ മുടക്കിക്കൊണ്ട് ഒരു കോഴ്സൊന്നും എടുക്കേണ്ട ആവശ്യം നിലവിലില്ല. ആവശ്യത്തിനുള്ള റിസോഴ്സസൊക്കെ നമുക്ക് ടെലിഗ്രാം പോലെയുള്ള നവമാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്നാൽ അവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ധാരാളം ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഇതിൽ ആത്മാർത്ഥമായി പഠിക്കുന്ന ആളുകൾ എത്ര പേരാണ് എന്ന് നമുക്കൊന്ന് നോക്കിയാൽ മനസ്സിലാവും. വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ഒരു ഗ്രൂപ്പിൽ ആത്മാർത്ഥമായി പഠിക്കുന്നവരുണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള നവമാധ്യമങ്ങളിൽ നിന്നും നമ്മൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുമായി മാത്രമേ നമ്മൾ സൗഹൃദത്തിലേക്ക് പോകാവൂ. അല്ലാത്ത പക്ഷം ലൂസ് ടോക്സിൽ നടത്തി അങ്ങനെ ഒരു കാര്യമില്ലാത്ത നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ സമയം നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ സീരിയസ് ആയിട്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളുമായി മാത്രം സൗഹൃദം സ്ഥാപിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ നവമാധ്യമങ്ങൾ നിലവിലുള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ റിസോഴ്സസ് നമ്മൾ ലിമിറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരേ ഒരു പോർഷൻ്റെ തന്നെ പല PDF-കൾ പല ഗ്രൂപ്പുകളിൽ നിന്നും നമുക്ക് ലഭിച്ചേക്കും. അപ്പോൾ എല്ലാ PDF-കളും പഠിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലേക്ക് എടുത്തുകൊണ്ട് ആ പരീക്ഷയ്ക്ക് പോയി മുഴുവൻ മാർക്കും നേടാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്കൊരിക്കലും ഉണ്ടാവരുത്. നമുക്ക് നല്ലത് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കണം. മറ്റുള്ള കാര്യങ്ങൾ നോക്കിയിട്ടല്ല, അവർ തരുന്ന റിസോഴ്സസിൻ്റെ ആധികാരികത അല്ലെങ്കിൽ അതിൽ എത്രമാത്രം കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നോക്കി ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് അതിൽ നിന്നും പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാത്ത പക്ഷം നമ്മുടെ സമയം നഷ്ടപ്പെടും എന്നല്ലാതെ നമുക്കതിൽ നിന്നും കൂടുതലായി ഒന്നും ലഭിക്കില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മുടെ റിസോഴ്സസ് ലിമിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. അടുത്ത ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നമ്മൾ ഒരു പരീക്ഷയ്ക്ക്, പ്രത്യേകിച്ച് ഒരു PSC പരീക്ഷയ്ക്ക് അതിൻ്റെ സിലബസ് അനുസരിച്ച് പഠിക്കണം. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഏരിയ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് ആദ്യം പഠിച്ച് ഏറ്റവും നല്ലതായിട്ട് പഠിച്ച് അതിൽ നിന്ന് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാത്തവണ്ണം പഠിച്ച് നേടാനായിട്ട് നമുക്ക് സാധിക്കണം. ഇപ്പോൾ ഒരു PSC പരീക്ഷയുടെ സിലബസ് നമ്മൾ നോക്കിയാൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, പിന്നെ കറണ്ട് അഫെയർസ്, ഈ 4 പോർഷൻസ് ഒരു കാരണവശാലും വിട്ട് കളയാതെ പഠിക്കാനായിട്ട് നമുക്ക് സാധിച്ചേ പറ്റുള്ളൂ. എങ്കിലേ നമുക്ക് നല്ല മാർക്ക് നേടാനായിട്ട് സാധിക്കും. അതിന് ശേഷമായിരിക്കണം നമ്മൾ ബാക്കിയുള്ള പോർഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഏറ്റവും അവസാനമായി നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ അറിവ് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. പങ്കുവയ്ക്കുമ്പോഴാണ് നമുക്കും പുതിയ അറിവുകൾ കിട്ടുകയുള്ളൂ. നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ നമുക്കും ആരെങ്കിലുമൊക്കെ പങ്കുവെച്ച് തരും. അങ്ങനെ നമ്മുടെ അറിവ് വർദ്ധിക്കും, നമ്മുടെ കൂട്ടുകാർക്കും അറിവ് വർദ്ധിക്കും. ആ ഒരു രീതിയിൽ നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിവ് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ ചെറിയൊരു അറിവനുസരിച്ച് പഠനം മികച്ചതാക്കാൻ, വലിയ വിജയങ്ങൾ നേടാൻ നമ്മളെ സഹായിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഈ ചാനലിലെ ഉപകാരപ്രദമായ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട്
ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.